ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഏഷ്യയിലെ രണ്ട് വൻ ശക്തികളിലേക്കാണ്, ഇന്ത്യയിലേക്കും ചൈനയിലേക്കും. ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്കൻ നയങ്ങൾ ഇരു രാജ്യങ്ങളെയും ഒരുമിപ്പിക്കുമ്പോൾ അതൊരു പുതിയ ലോകക്രമത്തിന്റെ തുടക്കമായി മാറുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ഇരട്ടിയാക്കിയതിന് പിന്നാലെയാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം പുതിയ തലത്തിലേക്ക് കടക്കുന്നത്. റഷ്യൻ ക്രൂഡ് ഓയിലിന്റെ പേരിൽ അമേരിക്ക ഇരു രാജ്യങ്ങൾക്കും നേരെ വാളോങ്ങിയപ്പോൾ ആ വെല്ലുവിളിയെ അവസരമാക്കി മാറ്റാൻ നമ്മുടെ ഇന്ത്യയും ചൈനയും തീരുമാനിച്ചു. ഇത് കേവലം രണ്ട് രാജ്യങ്ങളുടെ സൗഹൃദമല്ല, മറിച്ച് ലോക വിപണിയെ നിയന്ത്രിക്കാനുള്ള ഒരു നീക്കമാണ്. വിശദമാക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചൈനീസ് സന്ദർശനം ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിക്കും. 5 വർഷത്തിന് ശേഷം മോദി ചൈനയിലേക്ക് പോകുമ്പോൾ അത് വെറും ഒരു യാത്രയല്ല, ശക്തമായ ഒരു സൗഹൃദത്തിന്റെ പ്രഖ്യാപനമാണ്. ഈ സന്ദർശനത്തിന് നിരവധി സുപ്രധാന തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ മോദിയും ഷീ ജിൻപിങ്ങും നടത്തുന്ന കൂടിക്കാഴ്ച ഇതിന് കൂടുതൽ കരുത്ത് ഏകും. ഈ പുതിയ സൗഹൃദത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് അതിർത്തി വ്യാപാരം പുനരാരംഭിക്കാനുള്ള തീരുമാനം. ഉത്തരാഖണ്ഡിലെ ലിപുലേഖ്, ഹിമാചൽ പ്രദേശിലെ ഷിപ്ലിക, അതുപോലെ സിക്കിമിലെ നാഥുല എന്നീ പാതകളിലൂടെയുള്ള വ്യാപാരം വീണ്ടും തുടങ്ങാൻ ഇരു രാജ്യങ്ങളും കൈകോർക്കും. അതിലും പ്രധാനപ്പെട്ട മറ്റൊരു നീക്കം കൂടിയുണ്ട്. 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലുള്ള നേരിട്ടുള്ള വിമാന സർവീസുകൾ ഉടൻ പുനരാരംഭിക്കും. COVID-19നും അതിർത്തി സംഘർഷങ്ങൾക്കും ശേഷം നിലച്ച ഈ ഒരു സർവീസുകൾ യാത്ര, വ്യാപാരം, ടൂറിസം എന്നിവയെ വളരെയധികം പ്രോത്സാഹിപ്പിക്കും. ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം ഈ വിഷയത്തിൽ ഇന്ത്യയുമായി ചർച്ചകൾ നടത്തുന്നതായി അറിയിച്ചിട്ടുണ്ട്. ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം എത്രത്തോളം മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയുമാണ്. ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തിനും ഈ സൗഹൃദം വലിയ ഊർജം പകരും. യൂറിയ ഇറക്കുമതിയിൽ ചൈന കൊണ്ടുവന്ന ഇളവുകൾ ഇതിനൊരു ഉദാഹരണമാണ്. 2024-25 സാമ്പത്തിക വർഷത്തിൽ ചൈനയിൽ നിന്നുള്ള യൂറിയ ഇറക്കുമതി 1,00,000 ടണ്ണായി കുറഞ്ഞിരുന്നു. എന്നാൽ ചൈനീസ് നിയന്ത്രണങ്ങളിൽ അയവ് വന്നതോടെ ഈ രംഗത്ത് പുതിയ പ്രതീക്ഷകളാണ് ഉയരുന്നത്. നയതന്ത്ര തലത്തിലും കാര്യമായ മാറ്റങ്ങളൊക്കെ കാണാൻ നമുക്ക് സാധിക്കും. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവൽ തുടങ്ങിയവരുടെ ചൈനീസ് സന്ദർശനങ്ങൾ ഈ പുതിയ ബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കുന്നു. 2020 ഗാൽവാൻ സംഘർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് അജിത് ഡോവൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കാനും ബഹുമുഖ വേദികളിൽ ഒരുമിച്ച് പ്രവർത്തിക്കാനും ഇത് വഴി തുറക്കും. ഇന്ത്യയുടെ ഈ നയതന്ത്രപരമായ നീക്കം ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ്. ഒരു വശത്ത് അമേരിക്കയുമായുള്ള വെല്ലുവിളികൾ നേരിടുമ്പോൾ മറുവശത്ത് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിൽ ഒന്നായ ചൈനയുമായി സൗഹൃദം സ്ഥാപിക്കുക എന്നത് ഇന്ത്യയുടെ ആഗോള സ്വാധീനം വർദ്ധിപ്പിക്കും. ഇന്ത്യയും ചൈനയും ഒന്നിച്ചു നിന്നാൽ അത് ഏഷ്യയുടെ മാത്രമല്ല, ലോകത്തിലെ തന്നെ ഭാവി മാറ്റിമറിക്കും. ലോകരാഷ്ട്രീയത്തിൽ ഇന്ത്യ ഒരു നിർണായക ശക്തിയായി അതിവേഗം വളരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ചൈനയുമായുള്ള ഈ സൗഹൃദം ഇന്ത്യയുടെ മുന്നോട്ടുള്ള കുതിപ്പിന് കൂടുതൽ കരുത്ത് നൽകുമെന്നതിൽ സംശയമേ ഇല്ല.